ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ കാണിക്കാൻ പോണേ. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബ്ലൈൻഡ് ബാഗ് പറഞ്ഞപ്പോൾ യൂഗോഡ് എന്നുള്ള പേപ്പറിൽ അതിൽ റെയർ എന്നുള്ളതുണ്ട്. പിന്നെ അടുത്ത് ഇങ്ങനത്തെ ഒരു ബോക്സ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ക്യാൻഡിൽസിൻ്റെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അതിൽ കുറേ മുത്തുകളൊക്കെയാണ്. പിന്നെ അടുത്തത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഖുഷിയാണ്. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ പ്രിൻസസ് ഡേ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇതാണ്. പിന്നെ ഒരു ലവിൻ്റെ ഒരു സാധനം ബാക്കിൽ ഉള്ളൂ ഈ പ്രിൻസസ്. പിന്നെ ഇങ്ങനെ എടുത്ത ഒരു ലവിൻ്റെ പ്രിൻസസ് ബ്ലൈൻഡ് ബാഗ് വന്നത്. പിന്നെ അടുത്തത് അറിയാമെങ്കിൽ ഹലോ കിറ്റി ബ്ലൈൻഡ് ബാഗ് കാണിച്ചു തരാം. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ബ്ലൈൻഡ് ബാഗ് അടുത്ത ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, പറയുന്ന എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പൊട്ടിക്കാട്ടോ, നമുക്ക് നല്ല ഇഷ്ടമായിരുന്നു അതെനിക്കത്. എന്നാൽ നമുക്ക് പൊട്ടിക്കെല്ലാം കാണുന്നുണ്ട്. നമുക്ക് സീസർ വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൊട്ടിച്ചു. ആദ്യം തന്നെ ഇതിലൊരു സാധനം എടുക്കാം. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു ഫസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം അത് നമുക്ക് തുറക്കാം. നമുക്ക് എന്താ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തുറക്കാൻ നമുക്ക് 2 സ്ക്വിഷീസ് കിട്ടും. ലൈക്കും സബ്സ്ക്രൈബും. ഇത് ഞാൻ മറ്റേ ലിപ്സ്റ്റിക് ഇല്ലേ, അത് വരയ്ക്കാൻ പറ്റിയത് എനിക്ക് ഇങ്ങനെ കിട്ടിയത് ഇഷ്ടം. സ്ക്വിഷിയാണ് കേട്ടോ. ഒന്ന് വലുതും ഒന്ന് ചെറുതുള്ളൊരു സ്ക്വിഷി. അപ്പോൾ അതൊക്കെയാണ്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ എന്താ പിന്നെ ബ്ലൈൻഡ് ബാഗിൻ്റെ പേര് പറയാൻ വന്ന് ഹലോ കിറ്റി ഒരു സാധനം. ഇത് മറ്റേ ചീർപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഉപയോഗിക്കാനും പറ്റും. പിന്നെ നോക്കാനും പറ്റും കേട്ടോ. കേട്ടോ. പിന്നെ ഒരു സാധനം, പിന്നെ ഒരു കുറച്ച് മാർക്കറ്റായിട്ടുണ്ട്. എന്താണ് അത് തുറക്കണമെങ്കിൽ റെയിൻബോ ചിങ്സ് വന്നിട്ടുള്ള ഒരു സ്ക്വിഷിൻ്റെ ഞാൻ പണ്ടേ ഉണ്ടാക്കിയതാണ്. പിന്നെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇതിൽ കുറച്ച് മുത്തുകളുണ്ട്. പിന്നെ അതെ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ ചെറിയ മുത്തുകളുണ്ട്. പിന്നെ ലവിൻ്റെ മുത്തുണ്ട്. പിന്നെ പേപ്പർ സോപ്പില്ലേ, അതൊക്കെ ഉണ്ട്. പേപ്പർ സോപ്പ് പോലത്തെ സാധനങ്ങളുണ്ട്, പേപ്പർ സോപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുഞ്ഞൊരു ഇത്രയുള്ളൂ. ഹലോ കിറ്റി ബ്ലൈൻഡ് ബാഗിലൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് സ്മൈലി ബ്ലൈൻഡ് ബാഗ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെന്തായിരുന്നു അതല്ലേ. പിന്നെ ഒരു കേട്ടോ. ആദ്യം തന്നെ വെച്ചിട്ട് യൂഗോട്ട് വന്നിട്ടൊരു പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ യൂഗോട്ട് കട്ടിക്ക് വന്നിട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ സ്മൈലി ബ്ലെൻഡ് കണ്ടത് യെല്ലോയും പർപ്പിളായിട്ടുള്ള സ്ക്വിഷിയാണ്. പിന്നെ പിങ്കും റെഡും ഒരു സ്ക്വിഷിയാണ് കേട്ടോ. എപ്പിക് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ പിങ്കും യെല്ലോയും പർപ്പിളും കോംബോ സ്ക്വിഷിയുണ്ട്. പിന്നെ വൈറ്റും റെഡും സ്ക്വിഷി. പിന്നെ ഈ ഒരു സാധനം അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്കത് ഇതിൽ ഇപ്പോൾ ഏതാ കാണുന്നത്, ഒരു ചെടി പോലത്തെ ഒരു സാധനം കോംബോ സ്ക്വിഷിയാണ്. നമുക്കൊരു മറ്റേ പാൻറ്റൊക്കെ കഴിക്കില്ല ഒരു ഫുഡ്, അത് കാണാൻ പറ്റും. കരിമ്പ്. പിന്നെ ഇതേപ്പോൾ ഒരു ഫ്ലവർ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഉള്ളത് ഒരു ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ. അവിടെ ഒരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ ഹെയർ ബാൻഡായിട്ട് ഉപയോഗിക്കാം, കൈത്ത റിങ്ങായിട്ട് ഉപയോഗിക്കാം. ഇത്രയുണ്ട് എൻ്റെ ബ്ലൈൻഡ് ബാഗ്. മൂന്നാമത്തെ ഒന്നുണ്ട്, അത് ഞാൻ പിന്നെ പൊട്ടിക്കാം കേട്ടോ. പോരെ. അതൊക്കെയാണ്. പിന്നെ എന്താണ്